വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള രണ്ടാമത്തെ ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഈ വീഡിയോ ഒന്നിന്റെ ഒരു കണ്ടിന്യൂഷൻ അല്ല. രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇനി ഫസ്റ്റത്തെ വീഡിയോ എവിടെയെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. രണ്ടാമത്തെ വീഡിയോ എന്ന് പറയാനായിട്ട് കാരണം, രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയാനായിട്ട് കാരണം, നമ്മൾ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ പലർക്കും ഉണ്ടാവുന്ന ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് അബ്ഡോമൻ പെയിൻ ആയിരിക്കും, അബ്ഡോമൻ ക്രാംസ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ലക്ഷണമാണ് നമുക്ക് പെൽവിക്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ഇടുപ്പിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. യൂട്രസ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ലോവർ അബ്ഡമൻ ഭാഗത്തായതുകൊണ്ടും അതിന്റെ നേരെ താഴെയായിട്ടാണ് നമ്മുടെ പെൽവിസ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടും നമ്മുടെ യൂട്രസിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളും യൂട്രസിൽ ഉണ്ടാകുന്ന ചെറിയ വേദനകളും നമ്മുടെ ഇടുപ്പിനെ സാരമായിട്ട് തന്നെ ബാധിക്കും. അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് പീരിയഡ്സ് ആകുന്ന സമയത്ത് പലർക്കും തന്നെ ഇടുപ്പ് വേദന അനുഭവപ്പെടുന്നത്. നമ്മുടെ രണ്ട് ഭാഗത്തായിട്ടും പലർക്കും ഇടുപ്പ് വേദന പീരിയഡ്സ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്നു. ഇങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മളിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് യൂട്രസിൽ കോൺട്രാക്ഷൻസ് സംഭവിക്കുന്നു. കാരണം അത്രയും നാൾ വരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിൽ നിന്നിട്ടുള്ള നമ്മുടെ യൂട്രസിന്റെ ഭാഗം കുറച്ചൊന്ന് വ്യത്യാസം വരുത്തിയിട്ടാണ് അവിടെ എംബ്രിയോ ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ഈ എംബ്രിയോ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴേക്കും ഇതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ടിഷ്യൂസ് ഒക്കെ ഒന്ന് പോകുന്നു, അവിടുത്തെ പേശികളൊക്കെ ഒന്ന് എക്സ്പാൻഡ് ആവുന്നു. ഈ എക്സ്പാൻഷൻ നമ്മുടെ ആ ഒരു മസിൽസിനും പേശികൾക്കും ഒക്കെ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് ഇതേ എഫക്ട് തന്നെ തൊട്ട് താഴെയുള്ള നമ്മുടെ പെൽവിക് ഭാഗത്തും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ആ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആവുന്നതിന്റെ ഭാഗമായിട്ട് ആ മസിൽസിനൊക്കെ ഈസിലി ഒന്ന് സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിൽ റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ റിലാക്സിൻ ഹോർമോണിന്റെ എഫക്ട് കൊണ്ടും പലർക്കും തന്നെ ഏർലി പ്രഗ്നൻസി സ്റ്റേജിൽ അവരുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു സമയങ്ങളിൽ തന്നെ പലർക്കും ഇടുപ്പ് വേദന അനുഭവപ്പെടുന്നു. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഡൈജഷൻ നടക്കാത്തതാണ്. ദഹനം കൃത്യമായിട്ട് നടക്കാതെ പോകുന്നവർക്ക് പലതരത്തിലും ഈ ഒരു ഇടുപ്പ് വേദന ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രഗ്നന്റ് ആകുന്ന പല സ്ത്രീകൾക്കും ഡൈജഷൻ കൃത്യമായിട്ട് നടക്കാറില്ല. ദഹനം കൃത്യമായിട്ട് നടക്കാത്തത് അവരിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇൻക്രീസ് ആകുമ്പോഴേക്കും ഈ ഇൻക്രീസ് ആവുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ശരീരത്തിലെ ദഹനം ഒന്ന് സ്ലോ ഡൌൺ ആകുന്നു. ഇങ്ങനെ ദഹനം സ്ലോ ഡൌൺ ആകുന്നതിന്റെ ഭാഗമായിട്ടും പലർക്കും ഇടുപ്പില് വേദനകൾ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് യൂറിനറി ഇൻഫെക്ഷൻ ആണ്. യൂറിനറി ഇൻഫെക്ഷൻ പല കാരണങ്ങൾ കൊണ്ടും ഒരു സ്ത്രീക്ക് അനുഭവപ്പെടാം. നമുക്ക് ഓൾറെഡി നമ്മുടെ യൂറിനറി ബ്ലാഡറിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് പ്രഗ്നന്റ് ആകുന്ന സമയത്തും പ്രഗ്നന്റ് അല്ലാത്ത സമയത്തും നമുക്ക് ഉണ്ടാകാം. യൂറിനറി ബ്ലാഡറിലല്ല, നമ്മുടെ മൂത്രം ഒഴിക്കുന്ന ആ ഒരു ഭാഗത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് അനുഭവപ്പെടുന്നത്. ഇങ്ങനെ ഇൻഫെക്ഷൻസ് നമുക്ക് ഉണ്ടാകുമ്പോഴേക്കും നമ്മൾക്ക് യൂറിനേറ്റ് ചെയ്യുമ്പോഴേക്കും പുകച്ചിലുണ്ടാകും, യൂറിൻ പോകുമ്പോഴേക്കും മഞ്ഞ കളർ ഉണ്ടാകും, ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഒരു സ്മെല്ല് ഉണ്ടാകും. ഈ ഒരു സ്മെല്ല് നമുക്ക് ഉണ്ടാകുന്നത് യൂറിനറി ഇൻഫെക്ഷൻ മൂലമായതുകൊണ്ട് പലരും തന്നെ ആന്റിബയോട്ടിക്സ് എടുക്കാറുണ്ട്. പലർക്കും അവരുടെ ഏർലി പ്രഗ്നൻസി സ്റ്റേജിലെ യൂറിനറി ഇൻഫെക്ഷൻ ഫീൽ ചെയ്യാറുണ്ട്. ഈ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതും പെൽവിക്കിന്റെ ഭാഗത്ത് നമുക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് വെള്ളം കുടിച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യാം എന്ന് വിചാരിക്കാതെ നമ്മൾ ഉടനെ ഒരു ഡോക്ടറെ പോയി കണ്ടിട്ട് ആന്റിബയോട്ടിക്സ് അതിന് കൃത്യമായിട്ട് എടുക്കുക. കൂടുതലായിട്ട് ഈ ഇൻഫെക്ഷൻ നമുക്ക് വരികയാണെങ്കിൽ, ഇൻഫെക്ഷൻ കൂടി പോവുകയാണെങ്കിൽ അത് പലർക്കും അവരുടെ കിഡ്നീസിൽ അഫക്ട് ചെയ്യുന്നതിന് കാരണമാകുന്നു. നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം നല്ലതുപോലെ നടക്കുന്നതിന് ഇത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ യൂറിനറി ഇൻഫെക്ഷൻ നിങ്ങൾ ഒരിക്കലും കൺട്രോൾ ചെയ്ത് വെക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഹോം റെമഡീസ് ഫോളോ ചെയ്തിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ക്യൂർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കരുത് കേട്ടോ. ഈ യൂറിനറി ഇൻഫെക്ഷനും പല സ്ത്രീകൾക്കും പ്രഗ്നൻസി സ്റ്റേജിൽ ഉണ്ടാകുന്നത് കൊണ്ട് അതിന്റെ ഭാഗമായിട്ടും ഇത്തരത്തിലെ ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടാം. ഈ 3 റീസൺസ് കൊണ്ടാണ് നമുക്ക് പെൽവിക്കിന്റെ ഭാഗത്ത് വേദനകളും അസ്വസ്ഥതകളും ഉണ്ടാകുന്നത് കേട്ടോ. പെൽവിക്കിന്റെ ഭാഗത്ത് അസ്വസ്ഥതകൾ നമുക്ക് ഒരു കുഞ്ഞു വലുതാകുന്നതിനനുസരിച്ച് കുറേയും കൂടി കൂടുതലായിട്ട് അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ഈ സമയത്തൊക്കെ നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസും അതുപോലെ പെൽവിക്കിനെ കൂടുതൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന എക്സസൈസും ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ. അത്തരം എക്സസൈസുകളെ പറ്റിയിട്ടുള്ള ലിങ്ക്സ് പല യൂട്യൂബ് ചാനലിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലും ചെയ്തിട്ടുള്ള ഫെർട്ടിലിറ്റി എക്സസൈസുകളായിട്ടുള്ള ബട്ടർഫ്ലൈ എക്സസൈസും ലെഗ് അപ്പ് ദ വോൾ എക്സസൈസും ഒക്കെ ചെയ്യുന്നതും അതുപോലെ മലാസന ഫോളോ ചെയ്യുന്നതൊക്കെ നമ്മുടെ പെൽവിക്കിന്റെ ഭാഗത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. പെൽവിക്കിന്റെ ഭാഗത്ത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശരീരത്തിന് കുറച്ച് റെസ്റ്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ബുദ്ധിമുട്ട് വെച്ചിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ജോലികൾ ചെയ്ത് കഴിഞ്ഞാലോ ഫിസിക്കലി നിങ്ങൾ ആക്റ്റീവ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാലോ നമുക്ക് ആ വേദനകൾ കുറച്ചുകൂടി കൂടാനായിട്ട് സാധ്യതയുണ്ട്.
ഏറ്റവും കൂടുതൽ ഈ ഒരു പെൽവിക്കിന്റെ പെയിനിന്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് നമുക്ക് ഷാർപ്പായിട്ടുള്ള ഒരു വേദനയായിരിക്കും. ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അതികഠിനമായിട്ടുള്ള ഒരു വേദനയായിരിക്കില്ല പെൽവിക്കിന്റെ ഭാഗത്തുണ്ടാവുന്ന ഒരു വേദന എന്ന് പറയുന്നത്. നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഷാർപ്പായിട്ടുള്ള ഒരു വേദന, ഒരു കുത്തുന്നത് പോലെയുള്ള ഒരു വേദനയായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു വേദന നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറെ പോയി കണ്ടിട്ട് അതിന്റെ കാരണം എന്താണെന്ന് ഡയഗ്നോസും കൂടി ചെയ്യണം കേട്ടോ. ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു വേദന എപ്പോഴും ഉണ്ടാവാതെ ചില സമയങ്ങളിൽ മാത്രമായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ചൂട് പിടിച്ചു കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു സമയത്ത് ഒരു ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇംപ്ലാന്റേഷൻ നടക്കുന്നത് നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്തായതുകൊണ്ട് അതിനുശേഷം മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഈ ഒരു പെൽവിക് പെയിൻ നമുക്ക് ഉണ്ടാകുന്നത് ചിലപ്പോൾ പലരും തന്നെ അവരുടെ ജോലി തിരക്കിനിടയ്ക്കിലോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നിടക്കോ റെക്കഗ്നൈസ് ചെയ്തു കൊള്ളണമെന്നില്ല. പക്ഷെ അതിനുശേഷവും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഈ ഒരു ലക്ഷണം നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പീരിയഡ്സ് മിസ് ആകുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കാം. പിന്നെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുന്നതിനും നമ്മളുടെ ശരീരത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതിനും നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് മസ്റ്റായിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ആദ്യത്തെ 3 മാസങ്ങളിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് മിസ്കാരേജ് റേറ്റ് കൂട്ടുന്നതിന് കാരണമാകുന്നു. അപ്പോൾ അതൊരിക്കലും ചെയ്യാതിരിക്കുക. ശരീരത്തിന് വേണ്ടുന്ന അത്രയും റെസ്റ്റ് നിങ്ങൾ കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.